എഫേസ്യ ലേഖനമെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വെളിപ്പാട് പുസ്തകത്തോളം പ്രാധാന്യമുള്ള ഒരു വെളിപ്പാടാണ്. ദൈവത്തിൻ്റെ ദാസനായ പൗലോസിന് കൊടുത്ത വലിയ വെളിപ്പാടാണ്. സഭകളെ ശക്തിപ്പെടുത്തുന്ന ഒരു വെളിപ്പാടാണ് എഫേസ്യ ലേഖനം. അതിൻ്റെ 15, 16, 17 വാക്യങ്ങൾ നമ്മൊന്ന് ചിന്തിക്കാം. ഇരുപക്ഷത്തെയും, അതായത് 2-ാം അധ്യായം അതിൻ്റെ 15, 16 വാക്യങ്ങൾ വായിക്കുന്നത് കേട്ടോ. ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതു മനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി, അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. ഒരു വലിയ മതിലുണ്ടായിരുന്നു. ആ മതിൽ കർത്താവ് ക്രൂശിൽ തകർത്തു. ഓക്കെ, യഹൂദന്മാരുടെയും ജാതികൾക്കും ഇടയിലായിരുന്നു ഈ വലിയ മതിലുണ്ടായിരുന്നത്. ഒരു യഹൂദ മതാനുസാരിയായ, അല്ലെങ്കിൽ യഹൂദന്മാരുടെ ദൈവത്തെ അംഗീകരിക്കുന്നതായ ഒരു ജാതിയൻ, യഹൂദനല്ലാത്തവൻ, അബ്രഹാമിൻ്റെ സന്തതിയല്ലാത്തവൻ യഹൂദന് ദേവാലയത്തിൽ വന്നു കഴിഞ്ഞാൽ അവന് പ്രവേശനമില്ല. അവന് വേണ്ടി ജാതികളുടെ ഒരു പ്രാകാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ദൈവത്തെ ആരാധിച്ചോണം. ഇപ്പുറത്തേക്ക് കിടക്കരുത്. ഓക്കെ, ഇപ്പുറത്തേക്ക് കിടന്നാൽ പ്രോസിക്യൂട്ട് ചെയ്യും, മരിച്ചു പോവും, കിടക്കാൻ പാടില്ല. ഇതിൻ്റെ പേരാണ് ശത്രുത്വം. ദൈവത്തെ അന്വേഷിക്കാൻ സമ്മതിക്കത്തില്ല. എന്നാൽ കർത്താവ് അതില്ലാതെയാക്കി തീർത്തു. എന്തറിയാമോ? ഒന്ന്, കർത്താവ് ക്രൂശ് വെച്ച് നിയമങ്ങൾ, ചട്ടങ്ങൾ, ഓക്കെ, അതായത് പരിച്ഛേദന, പെസഹ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കർത്താവ് എടുത്തു മാറ്റി. കുറേ ദിവസം, വിശുദ്ധ ദിവസങ്ങൾ എല്ലാം എടുത്ത് മാറ്റി. ഓക്കെ, ആർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാം. അപ്പോൾ യഹൂദന് ചട്ടവും നിയമമായിരുന്നു അവൻ്റെ പ്രശ്നം, അതൊക്കെ മാറ്റി. അപ്പോൾ ന്യായപ്രമാണം തെറ്റായിരുന്നു? അല്ല, അത് ശരിയായിരുന്നു. പൗലോസ് ഗലാത്യ ലേഖനത്തിൽ 3-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ന്യായപ്രമാണം ശിശുപാലകനായിരുന്നു, ആദ്യ പാഠങ്ങൾ പഠിപ്പിക്കുന്ന ഒന്നായിരുന്നു. എന്നാൽ ക്രൂശിൽ വെച്ച് മരണം കൊണ്ട് കർത്താവ് അത് അങ്ങ് മാറ്റി. ഇനി ബാലപാഠം വേണ്ട. ഓക്കെ, രണ്ടാമത്, യഹൂദനും ജാതിയും തമ്മിൽ വലിയ വേർതിരിവാണ്. ഒന്നിക്കില്ല. ഒന്നിപ്പിക്കുക മാർഗം എന്തുവാ? ചേരത്തില്ല. യഹൂദൻ ജാതിയെടുത്തും പോകത്തില്ല, ജാതി യഹൂദനെടുത്തും വരത്തില്ല. ദൈവം ഒരു പുതിയ ബോഡി സ്ഥാപിച്ചു, ന്യൂ ബോഡി. അതാണ് ദൈവസഭ. ഓക്കെ, ആ സഭയ്ക്കകത്ത് യഹൂദനുമുണ്ട്, ജാതിയുമുണ്ട്. സഭയുടെ അടിസ്ഥാന യഹൂദന്മാരായിരുന്നല്ലോ, യഹൂദന്മാരായ അപ്പോസ്തലന്മാരായിരുന്നല്ലോ സഭയുടെ അടിസ്ഥാനം. പുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അടിസ്ഥാനത്തിന്മേൽ സഭ ദൈവം പണിഞ്ഞു. യേശുക്രിസ്തു മൂലക്കല്ലായിരിക്കെ അവിടെ ആദ്യ യഹൂദന്മാർ അതിനകത്ത് കൊണ്ടുവന്നു, പിന്നീട് ജാതികളെ കൊണ്ടുവന്നു, കൊർന്നല്യോസിനെയും മറ്റും അകത്ത് കൊണ്ടുവന്നു. അപ്പോൾ യഹൂദനും ജാതിയും നമ്മളെ വേർതിരിവില്ലാതെയാക്കാൻ കർത്താവ് തന്നെ സഭ സ്ഥാപിച്ചു. സഭയ്ക്കകത്ത് യഹൂദനുമുണ്ട്, സഭയ്ക്കകത്ത് ജാതിയുമുണ്ട്. ഇവരെ ഒന്നായിട്ട് ചേർക്കണം, എല്ലാവരെയും. ആ ദൈവത്തിൻ്റെ ആഗ്രഹം. ഓക്കെ, ആ ഒന്നായിട്ട് ചേരാത്ത ഇടത്ത് ശത്രുക്കളാണ്. ദൈവമക്കളെ, ദൈവസഭ എന്ന് പറയുന്നത് ശത്രുത്വമില്ലാതെയാക്കുന്ന ഒന്നാണ് സഭ. അത് മറച്ചു പിടിക്കരുത്, ഒളിച്ചു വയ്ക്കരുത്. എല്ലാവർക്കും സഭയ്ക്കകത്തേക്ക് വരാൻ അനുവാദമുണ്ടായിരിക്കണം. യഹൂദന്മാർക്കൊരു ചിന്തയുണ്ട്, ദൈവം അവരെ ആ കൂടുതൽ സ്നേഹിച്ചു എന്ന്.
അവരെ നേർപാത നയിച്ചിട്ട് അവരെ കാണിച്ചുകൊണ്ട് അവർ മുഖേന മറ്റ് ജാതികളെ കൂടി ദൈവവിശ്വാസത്തിലേക്ക് കൊണ്ടുവരണം. ഇതായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി. യഹൂദൻ്റെ അന്ധമായ ചിന്താഗതികൾ ദൈവത്തിൻ്റെ പദ്ധതി തകിടം മറിച്ചു. അവൻ വിചാരിച്ചു ഹീ ഈസ് സംതിങ് ഗ്രേറ്റ്, ദൈവത്തിൻ്റെ സ്നേഹമുള്ളവനാണ്, ബാക്കി ദൈവം സ്നേഹിക്കുന്നില്ല, ബാക്കിയെല്ലാവരും നരകയോഗ്യരാ. പെന്തക്കോസ്തുകാരും ക്രിസ്ത്യാനികളൊക്കെ എന്ന് ചിന്തിക്കുന്നത് അങ്ങനെയാണ്. നോ, അങ്ങനെയല്ല. നമുക്ക് ദൈവം ഈ വെളിപ്പാട് തന്നു എന്ന് വരികിൽ അതിൻ്റെ അർത്ഥം നമ്മെ കാണുന്നവർ നമ്മിൽ കൂടി ഈ കർത്താവിനെ അറിയണം. ഇതാ കർത്താവിൻ്റെ ആഗ്രഹം. 17 വാക്യത്തിൽ വായിക്കുന്നു, അവൻ ദൂരത്തായിരുന്നവർക്ക് സമാധാനവും, അവൻ വന്ന് ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും, സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. അപ്പോൾ സമാധാനം ആരാ ദൂരത്തുണ്ടായിരുന്നത്? ജാതികൾ, നമ്മൾ. ആരാ സമീപത്തുണ്ടായിരുന്നത്? ക്ലോസ് പീപ്പിൾ, യഹൂദൻ. രണ്ടു കൂട്ടർക്കും സമാധാനം. ഓക്കെ, സമാധാനമാണ് എന്നുവെച്ചാൽ ഇടർച്ച മാറ്റുക, തടസ്സങ്ങൾ മാറ്റുക, ദൈവമായിട്ട് ഒന്നാകുക, അടുത്ത് ചെല്ലുക. അവിടെയാണ് സമാധാനം. ദൈവം ഇത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ 57 അധ്യായം 19 പറയുന്നുണ്ട്, ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും, ദൂരസ്ഥനും സമീപസ്ഥനും സമാധാനം എന്നും ഞാൻ അവരെ സൗഖ്യമാക്കും. അപ്പോൾ സമാധാനം കൊണ്ട് ദൈവം സൗഖ്യമാക്കും. ദൈവത്തെ പദ്ധതിയാണ്. ആ പദ്ധതിയാണ് കാൽവരി ക്രൂശിൽ നിവർത്തിക്കപ്പെട്ടത്. അബ്രഹാമിനെ ദൈവം വിളിച്ചത് അബ്രഹാം നിമിത്തം ലോകത്തിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടണം. അത് ഉൽപ്പത്തി പുസ്തകം 12 അധ്യായം 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഇത് പ്രോമിസാണ്. യഹൂദന് കൊടുത്തു. പക്ഷേ യഹൂദൻ മാത്രമുള്ളതായിരുന്നില്ല. യഹൂദൻ ഒരു ജാതിയായപ്പോൾ അവന് ഈ പ്രോമിസ് കിട്ടി. എന്നാൽ ഇതവന് മാത്രമുള്ള പ്രോമിസ് ആയിരുന്നില്ല. സകല ജാതികളും ഈ സമാധാനത്തിലേക്ക് വരണം. സകല ജാതികൾക്കും ഈ വാഗ്ദത്തങ്ങൾ ലഭിക്കണം. ഓക്കെ, കൃപയാൽ നമ്മളെ കർത്താവ് ക്രൂശിലെ മരണത്താൽ അവനോട് ചേർത്ത് ഏക ശരീരമാക്കി നമ്മളെ മാറ്റി. ഓക്കെ, യഹൂദനെ പോലെ മണ്ടത്തരം ചിന്തിച്ചുകൊണ്ടിരിക്കാതെ, മനസ്സിലോ, സുവിശേഷം നമ്മുടെ കുത്തകയല്ല. ഓക്കെ, സുവിശേഷപ്രകാരം ജീവിച്ച് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ പ്രാപിച്ച് നമ്മളെ കാണുന്നവർക്കും കൂടി അത് ലഭ്യമാകത്തക്ക നിലയിൽ ജീവിക്കണം. ഇതാ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, വാക്യം 2:18 പറയുന്നുണ്ട്, അവൻ മുഖാന്തരം ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിലേക്ക് പ്രവേശനമുണ്ട്. ഏകാത്മാവ് ജാതിയിലും യഹൂദനിലും ഒക്കെ വ്യാപരിക്കുന്നത് ഒരേ ആത്മാവാണ്. ആത്മാവിനാൽ ദൈവത്തിലേക്ക് പ്രവേശനമുണ്ട്. ദൈവത്തിൽ പ്രവേശനമുണ്ട്. ദൈവമക്കളെ, ആത്മാവിനെ പ്രാപിച്ച ദൈവമക്കൾ, ആത്മാവിനെ പ്രാപിച്ചു എന്നുള്ള ദൈവമക്കൾ ഈ പ്രവേശനം ആരുടെയും മുടക്കരുത്. ആത്മാവിൻ്റെ ഫലം നമ്മൾ കാണുമ്പോൾ ജാതികൾ വിശ്വാസത്തിലേക്ക് വന്നുകൊള്ളും. ഓക്കെ, അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മതമാറ്റമൊന്നും വേണ്ട. ആരുടെയും എഫർട്ടും ഒന്നും വേണ്ട. നിങ്ങൾ പരിശുദ്ധമായ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദ്യയിലും ശമര്യയിലും ലോകത്തെല്ലാവിടവും പോയി സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞില്ല. സാക്ഷികൾ ആകും. പരിശുദ്ധന്മാരുടെ ഫലമുണ്ടെങ്കിൽ സാക്ഷികൾ ആയിരിക്കും. നമ്മെ കാണുന്നവർ ക്രിസ്തുവിലേക്ക് വന്നിരിക്കും. ഓക്കെ, എല്ലാവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അവകാശം കൊടുത്തു. ഈ ബോധ്യം ഉള്ളിൽ സ്മരിച്ചുകൊണ്ട് പേശലോ യഹൂദന്മാർക്ക് പറ്റിയ അബദ്ധം പറ്റാതെ നാനിമിത്തം മറ്റുള്ളവർ ജാതികൾ എന്ന് പറയുന്നത് ശരിയല്ല. കാരണം നമ്മളും ജാതി ആയിരുന്നല്ലോ. ആകയാൽ ജാതികളുടെ കൂട്ടത്തിൽ ഈ വെളിച്ചം കിട്ടിയവരെ കണ്ട് മറ്റുള്ളവർ കൂടി വിശ്വാസത്തിലേക്ക് വരുവാൻ തക്കവണ്ണം നമുക്ക്
ഉത്സാഹിക്കാം, പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോളിൽ ജീവിക്കാം. ദൈവം നമ്മെ അതിനെ സഹായിക്കുമാറാകട്ടെ.